മുസ്ലിം പെൺകുട്ടികളുടെ ഹിജാബ് പലപ്പോഴും നിരവധി വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, ഹിജാബിനെ ചൊല്ലി പ്രതിഷേധ സമരങ്ങൾ വരെ നടന്നിട്ടുണ്ട്. ഇപ്പോഴിതാ ഹിജാബ് ഊരിമാറ്റി പരീക്ഷാ കേന്ദ്രത്തിലേക്ക് പോയി നിയമങ്ങൾ അനുസരിച്ച് പരീക്ഷ എഴുതാൻ ആവശ്യപ്പെട്ടതിൽ പ്രതിഷേധിച്ച് പരീക്ഷ എഴുതാതെ മുസ്ലിം പെൺകുട്ടികൾ മടങ്ങിയത് ശ്രദ്ധേയമായിരിക്കുകയാണ്. ഉത്തർപ്രദേശിലെ ജോൺപൂർ ജില്ലയിലാണ് ഈ സംഭവം അരങ്ങേറിയിരിക്കുന്നത്. ബോർഡ് എക്സാം നടക്കുന്ന പരീക്ഷാ കേന്ദ്രത്തിന്റെ ഗേറ്റിൽ പരിശോധനയ്ക്കിടെ ഹിജാബ് ധരിച്ച പെൺകുട്ടികളോട് നിയമങ്ങൾ പാലിക്കണമെന്ന് പറഞ്ഞതാണ് അവരെ ചൊടിപ്പിച്ചത്. പരീക്ഷാ കേന്ദ്രത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ആളുകൾ ആ പെൺകുട്ടികളെ ഹിജാബ് ധരിച്ച് അകത്ത് കടക്കാൻ അനുവദിച്ചില്ല. തുടർന്ന് വിദ്യാർത്ഥിനികൾ പരീക്ഷ എഴുതാതെ മടങ്ങി. ഇക്കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. 10ാം ക്ലാസ്സിലെ 4 വിദ്യാർത്ഥിനികൾ പരീക്ഷ എഴുതാൻ സർവോദയ ഇന്റർ കോളേജ് ഗുദൌലി സെന്ററിൽ എത്തുകയായിരുന്നു. ചട്ടങ്ങൾ പ്രകാരം പരീക്ഷാ കേന്ദ്രത്തിന്റെ ഗേറ്റിൽ പരിശോധന നടന്നിരുന്നു. ഈ സമയത്ത് ചില പെൺകുട്ടികൾ ഹിജാബ് ധരിച്ച് പരീക്ഷ എഴുതാൻ വന്നതായി ക്രമീകരണങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾ കണ്ടു. അഡ്മിറ്റ് കാർഡിലെ ഫോട്ടോയുമായി പൊരുത്തപ്പെടുന്നതിന് ഹിജാബ് അഴിക്കാൻ അവരോട് ആവശ്യപ്പെട്ടു. അവർ അതിന് എതിർത്തു. ഹിജാബ് ഊരിമാറ്റിയതിനു ശേഷം മാത്രമേ പരീക്ഷാ കേന്ദ്രത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കൂ എന്ന് ആ വിദ്യാർത്ഥിനികളോട് അധ്യാപകർ പറഞ്ഞു. എന്നാൽ ഹിജാബ് അഴിക്കാൻ വിദ്യാർത്ഥിനികൾ വിസമ്മതിച്ചു. തുടർന്ന് 4 മുസ്ലിം പെൺകുട്ടികൾ നിയമങ്ങൾ പാലിക്കാൻ വിസമ്മതിച്ച് സ്വന്തം വീടുകളിലേക്ക് മടങ്ങുകയാണുണ്ടായത്. അതേസമയം ബോർഡ് പരീക്ഷയുടെ പവിത്രത നിലനിർത്തുന്നതിനായി നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് സെന്റർ അഡ്മിനിസ്ട്രേറ്റർ ദിനേശ് ചന്ദ്ര ഗുപ്ത പറഞ്ഞു. സത്യത്തിൽ ഈ കുട്ടികളുടെ തീരുമാനം വരും തലമുറകൾക്ക് കൂടി പ്രചോദനമാണ്. ഹിജാബിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. നാളേറെയായി പല രീതിയിലും ഹിജാബ് മുസ്ലിം പെൺകുട്ടികളെ വേട്ടയാടുന്നു. 2 വർഷം മുൻപ് കർണാടകയിൽ ഹിജാബ് വിഷയം കത്തിപ്പടർന്നത് നാം കണ്ടതാണ്. ഹിജാബ് വിഷയത്തിൽ വിധി വരും വരെ കോളേജുകളിൽ മതപരമായ വേഷങ്ങൾ ധരിക്കരുതെന്ന് കർണാടക ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് വരെ അന്ന് പുറപ്പെടുവിച്ചിരുന്നു. ഹർജിയിൽ തീർപ്പ് കൽപ്പിക്കും വരെ എല്ലാവരും സംയമനം പാലിക്കണമെന്നും ഹിജാബ് വിഷയത്തിൽ അടച്ചുപൂട്ടിയ കോളേജുകൾ തുറക്കണമെന്നും കർണാടക ഹൈക്കോടതി നിർദ്ദേശിക്കുകയുണ്ടായി. കുട്ടികളുടെ അധ്യയനം മുടങ്ങുന്നു. ഇവർക്ക് കോളേജുകളിൽ പോകാനുള്ള സൗകര്യം ഒരുക്കണം. അതിനായി ഒരു ഇടക്കാല ഉത്തരവ് ഇറക്കണമെന്നായിരുന്നു വിദ്യാർത്ഥിനികൾക്കു വേണ്ടി ഹാജരായ അഭിഭാഷകർ പ്രധാനമായും അന്ന് വാദിച്ചത്. ഇത് കോടതി അംഗീകരിക്കുകയായിരുന്നു. എന്നാൽ മതപരമായ ചിഹ്നങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ച് കോളേജിലോ സ്കൂളിലോ പോകാൻ പാടില്ലെന്ന് കോടതി ആവശ്യപ്പെട്ടു. ഹിജാബിനെ ചൊല്ലിയുള്ള തർക്കം കർണാടകയുടെ പല ഭാഗങ്ങളിലേക്കും വ്യാപിച്ചതോടെ ബംഗളൂരുവിലെ സ്കൂളുകൾക്കും കോളേജുകൾക്കും സമീപം നിരോധനാജ്ഞ വരെ അന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം സ്വകാര്യ കോളേജിലെ ഹിജാബ് നിരോധനം ശരിവെച്ച മുംബൈ ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്ത വാർത്തയും നാം അന്ന് കേട്ടിരുന്നു. ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥിനികൾ ഹിജാബ്, ബുർഖ, തൊപ്പി, ഷോൾ, ബാഡ്ജ് തുടങ്ങിയവ ധരിക്കരുതെന്ന കോളേജ് നിർദ്ദേശം മുംബൈ ഹൈക്കോടതി ശരിവെച്ചിരുന്നു. ഇതിനെ തുടർന്ന് കോളേജിലെ 9 വിദ്യാർത്ഥിനികൾ സുപ്രീം കോടതിയെ സമീപിച്ചു. വാദം കേട്ട സുപ്രീം കോടതി ക്യാമ്പസിനകത്ത് ഹിജാബ്, തൊപ്പി, ബാഡ്ജുകൾ ധരിക്കാം എന്ന് ഉത്തരവിട്ടു. വിധി ദുരുപയോഗം ചെയ്യപ്പെടില്ല എന്ന് വിശ്വസിക്കുന്നുവെന്നും സുപ്രീം കോടതി പറഞ്ഞിരുന്നു. പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നത് അവർ ധരിക്കട്ടെ. സ്വാതന്ത്ര്യം ലഭിച്ച് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇത്തരത്തിൽ ഒരു നിരോധനത്തെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നു എന്നത് ദൗർഭാഗ്യകരമാണ് എന്നായിരുന്നു അന്ന് ജസ്റ്റിസ് സഞ്ജയ് കുമാർ പറഞ്ഞത്.